പ്രിയമുള്ള കർത്തൃദാസന്മാരെ, സഭാജനങ്ങളെ, IPCയുടെ അപ്രൂവ്ഡ് ഭരണഘടനയുടെ നമ്മുടെ അംഗത്വ ഫീസിനെ സംബന്ധിച്ചുള്ള 3 വകുപ്പുകൾ, അതോടൊപ്പം തന്നെ IPC കേരള സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ കൊന്ന നിൽക്കുന്നതിൽ അവറുകൾ ഏലൂർ ഡിസ്ട്രിക്ട് രജിസ്ട്രാറിൽ നിന്നും വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിലുള്ള അപ്രൂവ്ഡ് ഭരണഘടന 2002 തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന അപ്രൂവ്ഡ് ഭരണഘടനയുടെ അവിടെ നിന്ന് ലഭ്യമായ സർട്ടിഫൈഡ് കോപ്പി ഇതോടൊപ്പം ഞാൻ ഫോർവേഡ് ചെയ്യുന്നു. ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ, ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, ആർട്ടിക്കിൾ 5 വകുപ്പ് 1 അംഗത്വം, ഒരു വിശ്വാസിയുടെ അംഗത്വം. അതിൽ പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് IPCയിലെ ഏതെങ്കിലും പ്രാദേശിക സഭയുടെ രജിസ്റ്ററിൽ പേര് ചേർക്കപ്പെടുകയും ചെയ്ത ഏതൊരാളും സൊസൈറ്റിയുടെ അംഗമാണ്. അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏതെങ്കിലും ലോക്കൽ സഭയുടെ അവിടുത്തെ രജിസ്റ്ററിൽ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ IPC എന്ന സഭ മാത്രമല്ല ആ സംഘടനയിലും അംഗമാണ്. ഇതാണ് ഭരണഘടന പറയുന്നത്. അല്ലാതെ നമ്മളെല്ലാവരും കൗൺസിൽ അംഗമോ അല്ലെങ്കിൽ ജനറൽ കൗൺസിൽ അംഗമോ ഭാരവാഹികളോ ഇതൊന്നും ആവാൻ പറ്റിയാലല്ലോ. നമുക്കാകാൻ പറ്റുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള ഘടകമാണ് ഒരു ലോക്കൽ സഭയുടെ അംഗം എന്ന് പറയുന്നത്. ആ അംഗമാണ് ജനറൽ വരെയുള്ള ഭാരവാഹിത്വത്തിലെത്തുന്നതും. അവർക്കെല്ലാം മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കേണ്ടത് എവിടെയാണെന്ന് പറഞ്ഞാൽ ലോക്കൽ സഭയിലാണ്. അല്ലാതെ അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കുന്നത് സ്റ്റേറ്റ് ഓഫീസ് കുമ്പനാടോ ജനറൽ ഓഫീസ് കുമ്പനാടോ ഏലൂർ ഡിസ്ട്രിക്ട് രജിസ്ട്രാറിലോ അല്ല, ലോക്കൽ സഭയിലാണ് അവൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കേണ്ടത്. അതാണ് ഈ ആർട്ടിക്കിൾ 5 അംഗത്വം എന്ന് പറയുന്ന ആ വകുപ്പ് 1 സൂചിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത് വകുപ്പ് 4 പ്രാദേശിക സഭ ജനറൽ ബോഡിയിൽ ആരാണ് അംഗമായിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് പ്രാദേശിക സഭാ ജനറൽ ബോഡിയിൽ നിരന്തരമായി കർത്തൃമേശ എടുത്ത് സ്നാനപ്പെട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ ലോക്കൽ സഭയിലെ സഭാ രജിസ്റ്ററിൽ പേരുണ്ടായിരിക്കുകയും വാർഷിക അംഗത്വ ഫീസ് അടയ്ക്കുന്ന എല്ലാവരും ചേർന്ന സംഘമാണ് ലോക്കൽ സഭയുടെ ജനറൽ ബോഡി. അതായത് വാർഷിക, ഒരു വർഷത്തിലൊരിക്കൽ നമുക്ക് നിലവിലുള്ള ഭരണഘടന അനുസരിച്ച് 5 രൂപ വീതം അടച്ചിരിക്കണം, എല്ലാ വർഷവും അടയ്ക്കണം. അപ്പോൾ തന്നെ 2023 ശേഷം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ഏലൂർ ഡിസ്ട്രിക്ട് രജിസ്ട്രാറിൽ എല്ലാ വർഷവും ഇതുപോലെ മെമ്പർഷിപ്പ് പുതുക്കേണ്ടതുണ്ട്. 2023 ശേഷം അത് പുതുക്കിയിട്ടില്ല. അതായത് IPCക്ക് ഇപ്പോൾ ഭരണഘടന പുതുക്കി നിലവിലുള്ള ഒരു ഭരണസമിതി അംഗീകൃത ഭരണസമിതിയായിട്ടില്ല. അതായത് ഗവൺമെൻറ് ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് വിളിക്കണമെങ്കിൽ IPC വിളിക്കേണ്ടതില്ല. കാരണം IPC ഒരു നിലവിൽ എല്ലാ വർഷവും പുതുക്കേണ്ട നിലയിൽ 2023 ശേഷം പുതുക്കിയിട്ടില്ല. ഇതാണ് നമ്മുടെ സ്ഥിതി. അതവിടെ കേട്ടത്. ഞാൻ പറഞ്ഞത് ലോക്കൽ സഭയിൽ നമ്മൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. അത് നിലവിലുള്ള ഭരണഘടന അനുസരിച്ച് 5 രൂപ വെച്ച് അവരാണ് ലോക്കൽ സഭയുടെ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. ഇനി എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മെമ്പർഷിപ്പ് ഫീസ് അത് ഈടാക്കുന്നത്, എവിടെയാണ് അടയ്ക്കേണ്ടത്? അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 11 വകുപ്പ് 3 അംഗത്വ ഫീസ് എന്ന ആ പറയുന്ന ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് ജലസ്നാനം എടുത്ത ഓരോ അംഗവും ഇന്ത്യയിൽ 5 രൂപ ആ വാർഷിക വരിസംഖ്യ അടയ്ക്കണം. അതെവിടെയാണ് അടയ്ക്കേണ്ടതെന്നൂടെ പറയാം. അത് ലോക്കൽ സഭയിൽ നിന്നും പിരിച്ചെടുത്ത് മൊത്തം തുകയുടെ 5/1 ഭാഗം സെന്ററിന്, 2 ഭാഗം സെന്റർ അത് സ്റ്റേറ്റിന് കൊടുക്കണം, 2 ഭാഗം സ്റ്റേറ്റ് ജനറൽ കൊടുക്കണം. ഈ കിട്ടുന്ന പണമാണ് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതായത് ഇന്ന് ഈ സൊസൈറ്റികൾ സംബന്ധിച്ചുള്ള തർക്കങ്ങളും വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ഹൈക്കോടതി അഡ്വക്കേറ്റും അതുപോലുള്ള നിയമ വിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ അവരാണ് നമ്മുടെ ഭരണഘടന വളരെ വ്യക്തമായി പഠിച്ചിട്ട് വളരെ ക്ലിയറായി മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഏതൊരു വിശ്വാസിയും അവൻ്റെ അംഗത്വം എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ സഭയിലാണ്. നമ്മൾ അടയ്ക്കുന്നത് ഏലൂരോ കുമ്പനാടോ ഒന്നുമല്ല അടയ്ക്കുന്നത്. ഓരോ ലോക്കൽ സഭയും ഓരോ വർഷവും വിശ്വാസികളിൽ നിന്ന് 5 രൂപ വീതം ഈടാക്കി അവർക്ക് രസീത് കൊടുക്കണം. ഓരോ വ്യക്തിക്കും രസീറ്റ് കൊടുക്കണം. അപ്പം നമ്മളുടെ മെമ്പർഷിപ്പ് നമുക്ക് അടയ്ക്കേണ്ടത് ലോക്കൽ സഭയിലാണ്. വളരെ വ്യക്തമായിട്ട് കേൾക്കുക. ലോക്കൽ സഭയിലാണ് ഓരോ വിശ്വാസിയും, അവിടെ അംഗത്വമുള്ള കർത്തൃദാസന്മാരും അവർക്ക്
അംഗത്വ ഫീസ് അടയ്ക്കേണ്ടത് ലോക്കൽ സഭയിലാണ്. ആ ലോക്കൽ സഭയുടെ ട്രഷറി ഖജാൻജിയിൽ നിന്ന് 5 രൂപ കൊടുത്ത് എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കുക. ഇനി ലോക്കൽ സഭയുടെ ട്രഷറർ ഇത് സെന്ററിന്റെ ട്രഷറർക്ക് കൊടുക്കാം. സെന്ററിന്റെ ട്രഷറർക്ക് കൊടുക്കുമ്പോൾ 5 രൂപ വെച്ച് പിരിച്ചത് കൊടുക്കുമ്പോൾ സെൻട്രൽ ട്രഷറർ ആ തുകയുടെ 1/5 ഭാഗം സെന്ററിന് വേണ്ടി എടുക്കാം. ബാക്കിയുള്ളത് സ്റ്റേറ്റിന് അടയ്ക്കണം. അതെല്ലാം ട്രഷററുടെ പണിയാണ്, വളരെ വ്യക്തമായി ഇത് പറഞ്ഞിരിക്കുന്നതാണ്. സ്റ്റേറ്റിന് അടയ്ക്കുമ്പോൾ സ്റ്റേറ്റ് എന്ത് ചെയ്യണം? അതിൽ നിന്ന് 2/5 ഭാഗം അവരെടുത്തിട്ട് 2/5 ഭാഗം, അതായത് പകുതി ജനറലിന് അടയ്ക്കണം. ഇതെല്ലാം അതാത് തലത്തിലുള്ള ട്രഷറർമാർ മാത്രം ചെയ്യേണ്ടതായ ഉത്തരവാദിത്വമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഒരിക്കൽ കൂടി പറയുന്നു, ലോക്കൽ സഭാ വിശ്വാസികളെല്ലാവരും നിലവിലുള്ള അപ്രൂവ്ഡ് ഭരണഘടന അനുസരിച്ച് ലോക്കൽ സഭയിൽ 5 രൂപ വീതം കൊടുത്ത് റെസിപ്റ്റ് മേടിക്കുക. നിങ്ങൾക്ക് വാർഷിക വരിസംഖ്യ അടച്ചിരിക്കുന്നു. ഇതാണ് നിയമം. പിന്നെ വാർഷിക വരിസംഖ്യ 5 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളതിന് വ്യക്തമായ രേഖയാണ് ഏതാണ് IPCയുടെ അപ്രൂവ്ഡ് ഭരണഘടന. ഇപ്പൊ 2022 ഭരണഘടന ഭേദഗതി ചെയ്തു എന്ന് വ്യാജമായി ഒരു പുസ്തകം തയ്യാറാക്കി ജനറൽ പ്രസിഡന്റ് എന്ന് പറയുന്നയാൾ വ്യാപകമായി ഇത് കൊടുത്തു. പക്ഷേ കോടതികളിലൊന്നും ഇത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അതിന്റെ തർക്കങ്ങളും വാദങ്ങളും കേസുകളും നടക്കുന്നു. രജിസ്ട്രാർ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഏലൂര്. അതിന്റെ തെളിവാണ് കേരള സ്റ്റേറ്റ് വാങ്ങിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയുന്നു, ഇനിയും നമ്മൾ ഈ 5 രൂപ എന്നുള്ളത് 50 മേടിച്ചാൽ അത് ക്രിമിനൽ കുറ്റകരമാകും. ഈ കേരള സ്റ്റേറ്റിൽ ഇതൊരു ചർച്ച വന്നപ്പോൾ അതിനകത്ത് ചില കൗൺസിൽ അംഗങ്ങൾ ചോദിച്ചു, 50 രൂപ നേരത്തെ മേടിച്ചത് നിങ്ങൾ എന്ത് ചെയ്യും? നമ്മളൊരാര്യം ആലോചിക്കണം. 5 രൂപ വെച്ചുള്ളത് തർക്കമുണ്ടായതുകൊണ്ട് 90% സഭകളും അടച്ചിട്ടില്ല. 50 രൂപ വെച്ച് അടച്ചത് വളരെ കുറച്ച് സഭകളാണ്. ഇനി ഒന്നുകൂടെ പറയാം, ഒരു 100 അംഗങ്ങളുള്ളതിൽ 10 അംഗങ്ങളുടെ വെച്ച് മാത്രമേ ഇവർ കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ 20 അംഗങ്ങളിലേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഭീമമായ തുക ഈ 5 രൂപ വെച്ച് ആക്കിയാൽ ഇവർക്ക് ലഭ്യമാകും. അപ്പൊ ഈ 50 രൂപ മേടിച്ചത് എന്ത് ചെയ്യുന്ന ഒരു ചോദ്യം. 50 രൂപ മേടിച്ചത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാണ്ട് അടുത്ത പെൻഡിങ് ആയി കിടക്കുന്ന വർഷങ്ങളിലൊക്കെ ഉള്ളത് അത് അതിനകത്ത് മെർജ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതൊന്നും അറിവില്ലായ്മ കൊണ്ട് വെറുതെ കേരള സ്റ്റേറ്റിൽ ഇത്തരത്തിൽ വലിയ ബഹളം വെച്ച് വെക്കുന്നവർ വിജയിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പൊ നിലവിലുള്ളത്. ദയവായി നമ്മുടെ ലോക്കൽ സഭയും ശുശ്രൂഷകരും ലോക്കൽ സെക്രട്ടറിയും ട്രഷററും മറ്റു ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ലോക്കൽ സഭയിലാണ് നമുക്ക് മെമ്പർഷിപ്പ് ഫീസ് അടയ്ക്കുന്നതും രസീത് വാങ്ങുന്നതും. നിലവിലുള്ള അപ്രൂവ്ഡ് ഭരണഘടന അനുസരിച്ച് 5 രൂപ വെച്ച് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അത് കുടിശ്ശികയില്ലാതെ നാളിതുവരെയുള്ളത് എല്ലാ ലോക്കൽ സഭയ്ക്കും ഇത് വാങ്ങി ലോക്കൽ സഭയുടെ ട്രഷററാണ് സെന്ററിന്റെ ട്രഷറർക്ക് ഈ പണം കൊടുത്ത് അവിടുന്ന് രസീത് വാങ്ങേണ്ടത്.